പ്രിയ സുഹൃത്തുക്കളെ, അതിമനോഹരമായ ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. കാർഷിക ജീവിതം കൊണ്ട് സമ്പന്നമായി തീർന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ഒരുപാട് ആട് ഇനങ്ങളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ. അപ്പോൾ അജ്മീർ പുഷ്കറിനുള്ളിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആട് കർഷകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ആടുകളെ ഇവിടെ വളർത്തുന്നുണ്ട്. ആട് വളർത്താനായിട്ട് പറ്റിയ ഒരു ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ അഴിച്ചു വിട്ടുള്ള വളർത്തൽ രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. 180 രൂപയ്ക്കും ആടിനെ ലഭിക്കും, 250 രൂപയ്ക്കും ആടുകളെ ലഭിക്കുന്നു. അതും കേരളത്തിലേക്ക് എത്തിച്ചു തരുന്ന ചാർജാണ് എന്നുള്ള രീതിയിലാണ് പരസ്യങ്ങൾ വരുന്നത്. ഈ ഹിന്ദിക്കാർ നമ്മുടെ ചില ബ്ലോഗർമാരെ സ്വാധീനിച്ചിട്ട് അവിടുത്തെ വീഡിയോ ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ പൈസ കൊടുത്തിട്ട് നമ്മുടെ മലയാളികളായ ബ്ലോഗർമാരെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിക്കുകയാണ്. അവർ ഈ വിലയ്ക്കൊക്കെ ആടുകളെ ലഭിക്കുന്നു. ഇങ്ങനെ പരസ്യം കണ്ടിട്ട് നമ്മുടെ മലയാളികൾ ധാരാളം ആൾക്കാർ അവിടേക്ക് ചെന്ന് പറ്റിക്കപ്പെടുകയാണ്. വീണ്ടും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. അങ്ങനെ പറ്റിപ്പിനിരയായ കർഷകരുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നുണ്ട്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ രാജസ്ഥാനിൽ ആട് വാങ്ങാൻ പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക. നമുക്കവിടെ നല്ല പരിചയം ഉണ്ടെങ്കിൽ മാത്രം പോവുക. അതല്ലെങ്കിൽ പരിചയസമ്പന്നരായിട്ടുള്ളവരെ കൂടെ കൂട്ടി നിങ്ങൾ ആട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വിലയ്ക്കൊന്നും നമുക്ക് ആടുകളെ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുക. നല്ല ക്വാളിറ്റിയുള്ള ആടുകൾക്ക് നല്ല വില തന്നെ അവിടെ കൊടുക്കേണ്ടതായി വരും. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം മാത്രം ഈ ബിസിനസ് ചെയ്യുക. അവിടെ ചെന്ന് പെട്ടിട്ട് നമ്മളെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. പലരും അവിടെ ചെന്ന് പെട്ടിട്ട് നമ്മളെ വിളിക്കാറുണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലും ക്യാഷ് പോയത് തിരികെ വാങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഉള്ളേരിയയിൽ ഒരുപാട് കർഷകർ തിങ്ങിപ്പറക്കുന്നുണ്ട്. എല്ലാവരും നല്ല കർഷകരല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേപോലെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 3000-ൽ പരം കേസുകളാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം മലയാളികളെയാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ വീണ്ടും പറ്റിപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ആട് വളർത്തുന്ന കർഷകരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിരവധി മലയാളികൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പലരും തുറന്നു പറയാനായിട്ട് നാണക്കേട് വിചാരിക്കുന്നത് കൊണ്ടാണ് പറയാത്തത്. ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ പറ്റിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. ഇനിയും പലരും പോയി പറ്റിക്കപ്പെടാതിരിക്കട്ടെ. അപ്പോൾ നല്ല നല്ല ആടുകൾ ഇവിടെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ അതിനൊക്കെ ക്വാളിറ്റി അനുസരിച്ചൊക്കെ വില കൊടുക്കേണ്ടി വരും. അപ്പം വില കുറച്ച് കിട്ടുന്നതെന്ന് പറയുമ്പോൾ മലയാളികൾ പലരും പല ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് പോയി പെടുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തത്. വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക. ആട് വളർത്തലിനെ കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകളും അറിവുകൾക്കൊക്കെ നമ്മുടെ ചാനൽ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്.